ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസം അമ്പലത്തിലൊക്കെ പോയിട്ട് ഐശ്വര്യത്തോടെ തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ട് ഇതാ ചായയൊക്കെ കുടിച്ചിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിയും അതുപോലെ തന്നെ ടൊമാറ്റോ ചട്നി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഹാപ്പി ബി ഹാപ്പി ഫിലിം കണ്ടത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് മൊത്തത്തിൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് നേരം ഇരുന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ഫിലിം കണ്ടിരുന്നാൽ നമ്മുടെ സമയം പോണതും അറിയില്ല, അതുപോലെ തന്നെ പണികളൊന്നും നടക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ടി വി ഓഫാക്കിയിട്ട് കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു, അത് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ചോറ് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ മസാലയാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും മുളകൊക്കെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള വഴഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല പൗഡറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായത്ര ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് മസാല നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടി ആഡ് ചെയ്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നതിനായിട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കോളിഫ്ലവർ ഉള്ളത് കൊണ്ട് ഇതിനെ ഒതുക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു കണക്കിനാണ് അതൊന്ന് ഒതുക്കി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതൊന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി സംഭവം റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് പണി തീർത്ത് വെറുതെ ഇരിക്കുക എന്നാണ് കേട്ടോ എൻ്റെ മൈൻഡ്. അതുകൊണ്ട് ഞാൻ വേഗം പണികളൊക്കെ തീർത്ത് വെക്കും. അങ്ങനെ പിന്നെ ഇതാ കുറച്ച് പാത്രം കൂടി കഴുകാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന് പറഞ്ഞ ഫിലിം കണ്ടത്. എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ അതും കുറച്ച് നേരമൊക്കെ ഇരുന്ന് കണ്ടു കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ സമയം കളയണ്ടേ. അങ്ങനെ പിന്നെ ഉച്ചത്തെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്ന് ചോറും സാമ്പാറും തൈരും അതുപോലെ തന്നെ കോളിഫ്ലവറും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ വൈകുന്നേരം സ്കൂൾ വിട്ട് നമ്മുടെ ചെക്കൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുൾ മാർക്ക് കിട്ടിയത് എനിക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഒരു കാലത്ത് ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പിന്നെ ഇതാ വൈകുന്നേരം വിളക്കൊക്കെ വെച്ച ശേഷം അമ്മ നല്ല പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു തന്നു കേട്ടോ. അങ്ങനെ നൈറ്റ് കഴിക്കാനായിട്ട് ഇന്ന് രാവിലത്തെ ചപ്പാത്തി മസാല ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.